മനസ്സെന്ന് പറയണത് എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ മനസ്സിൽ ചിന്തകൾ വന്നാലോ വികാരങ്ങൾ വന്നാലോ അത് നാം അനുഭവിക്കാറുണ്ട്. എവിടുന്നാണ് ഈ വികാരം വരണേ ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. എവിടെയാണോ തൻ്റെ മനസ്സ് നോക്കിയിട്ടേ ഇല്ല. ഞാൻ സാധാരണ എല്ലാവരോടും ഒരു പരിശീലനം ചെയ്യാൻ പറയാറുണ്ട്. എന്താണതെന്നറിയോ? ഒരു ദിക്കിൽ കണ്ണടച്ചിരിക്കുക, കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. ഇരിക്കുന്നത് ഒരു പ്രത്യേക ആസനമായാൽ കൊള്ളാം, അതിനുവേണ്ടി പ്രത്യേകം മേടിച്ചത്. എന്നിട്ട് എന്തു വേണം? ഒന്നും വേണ്ട. ശരീരം കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, നിശ്ചലമാണ്. പിന്നെ നിങ്ങളിൽ പ്രവർത്തിക്കാനുള്ളത് എന്താ? മനസ്സ്, ഒരു പക്ഷേ ബുദ്ധിയും. ആ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയില്ല. അത് അതിൻ്റെ പാട്ടിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ് എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. ആ ചെയ്യുന്നതിനെ നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് ഒന്ന് നിരീക്ഷിക്കൂ. വേറെ ഒന്നും ചെയ്യണ്ട, നിരീക്ഷിക്കുക മാത്രമേ ആകാവൂ. മനസ്സ് അതിൻ്റെ പാട്ടിൽ ചിന്തിച്ചോട്ടെ. ചിന്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ആ ചെയ്യുന്നത് എന്തോ അത് അതാത് സമയത്ത് ഒപ്പം നിങ്ങൾ അതിൽ ഉണർന്നിരിക്കണം. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ആ ആളുടെ തലയണങ്ങണതും കണ്ണു കൊട്ടണതും നാവും ചുണ്ടും അനങ്ങണതും നിങ്ങൾ നോക്കില്ലേ? അതുപോലെ നോക്കിയിരിക്കാനാണ് പറയണത്. നമ്മുടെ മനസ്സ് വളരെ വിശാലമാണ്. ആ വിശാലമായ മനസ്സിൽ ഒരു ഭാഗം മറുഭാഗത്ത് നടക്കുന്ന വിചിന്തന പ്രക്രിയകളോ വൈകാരിക പ്രക്രിയകളോ ഉണ്ടെങ്കിൽ അതിനെ വെറുതെ നോക്കിയിരിക്കുക. അവിടെ നടക്കുന്നത് എന്താണെന്ന് നോക്കി മാത്രം കണ്ടുപിടിച്ചാൽ മതി. നോക്കിയെന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടല്ല, ഉണർവ് കൊണ്ട് കാണും. അവിടെ എന്തു വേണമെങ്കിലും വരട്ടെ, വരാതെ ഇരിക്കട്ടെ. വന്നതിനെ നോക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അത് വന്നു പോയി, വരാതെയിരുന്നു, ഒന്ന് പോയി വേറെ ഒന്ന് വന്നു. അതിലൊന്നിൻ്റെയും കൂട്ടുപിടിക്കരുത്, വന്നുല്ലോ എന്നുള്ള തോന്നലരുത്. ആ പ്രക്രിയ അതിൻ്റെ പാട്ടിൽ നടക്കട്ടെ. നിങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമായിട്ട് വേണം അത് നടക്കാൻ. അയ്യോ വന്നു ഞാൻ കണ്ടില്ല എന്ന് പറയരുത്. അങ്ങനെ ചെയ്യാൻ ഓരോ ചിന്ത വരുമ്പോഴും ഓരോ പ്രക്രിയ നടക്കുമ്പോഴും നിങ്ങളുടെ നിരീക്ഷണം അതിൻ്റെ കൂടെ ഉണ്ടാവുമെങ്കിൽ ആ നിരീക്ഷണ സ്വഭാവം എത്ര വിശേഷപ്പെട്ടതാണെന്നറിയാമോ നിങ്ങൾക്ക്?